പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന, പിന്തുടരുന്ന, ഈ ആരാധിക്കുന്ന എന്ന വാക്ക് പറയുമ്പോൾ ചില ഒബ്ജക്ഷൻ ഉണ്ടാകും, പോട്ടെ, അദ്ദേഹത്തിൻ്റെ ചരിത്രം സീറ എന്ന് പറയും, സീറത്തുൽ നബവിയ്യ. ഇത് ഒരു യുക്തിവാദ കോണിൽ നിന്ന് നോക്കിക്കാണാനാണ് ഞാൻ ഈ ഉദ്യമത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പം 1445 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു വ്യക്തിയുടെ യഥാർത്ഥ ചരിത്രം നമുക്ക് കിട്ടുമോ? ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ക്യാമറ, ഈ മൈക്ക്, ഈ സംവിധാനങ്ങൾ, ഇതിൽ ഒന്നും തന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സൈക്കിള് പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ രസാവഹമായ കാര്യം, പേപ്പർ പോലും കണ്ടെത്തിയിട്ടില്ല. ചൈനയിലേക്ക് അന്ന് പേപ്പറിന് തതുല്യമായ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വളരെ റിമോട്ടായ അറേബ്യയിൽ ഇതൊന്നും എത്തിയിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ ചരിത്രം എങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെടുക? എങ്ങനെയാണ് അതിൽ യാഥാർത്ഥ്യമുണ്ട്, തെറ്റുണ്ട്, ശരികേടുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു വഴിയുമില്ലെന്നിരിക്കെ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട് മാത്രമേ ആ ചരിത്ര സത്യത്തോട് നമുക്ക് എന്തെങ്കിലും വർത്തമാനം പറയാൻ സാധിക്കുകയുള്ളൂ. നബിയുടെ സീറ ആദ്യമായി എഴുതിയത് 125 വർഷങ്ങൾക്ക് ശേഷം ഇബ്നു ഇസ്ഹാഖാണ്. നിങ്ങൾ നോക്കൂ, 125 വർഷം. ഇപ്പൊ ഇന്ദിരാഗാന്ധി, അതിനു മുമ്പ് ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, ഇവരുടെയൊക്കെ ജീവചരിത്രം 100% നമുക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടുകയല്ല. പ്രധാന സംഭവങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അങ്ങനെയുള്ളപ്പോൾ ആരാധകർ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, പിന്തുടരുന്ന മുഹമ്മദ് നബിയുടെ ചരിത്രം യാതൊരു രീതിയിലും ഡോക്യുമെന്റ് ചെയ്യപ്പെടാനൊക്കാത്ത ഒരു കാലാവസ്ഥയിൽ 125 വർഷത്തിന് ശേഷം ഒരാൾ എഴുതുമ്പോൾ അതിൽ സത്യത്തിൻ്റെ അംശം എത്രത്തോളം ഉണ്ടാകും? നിങ്ങൾ ആലോചിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇബ്നു ഇസ്ഹാഖ്, അദ്ദേഹം 834 സീറ എഴുതിയത്. അതും ഒരുപാട് വർഷങ്ങൾക്ക് 632 നബി മരിക്കുന്നത്. ഇത് 834. ഇനി മറ്റൊരു ചരിത്രകാരൻ അൽ വാഖിദി, പല മുസ്ലിം പണ്ഡിതന്മാരും ഈ വാഖിദിയെ അങ്ങേയറ്റം വിമർശിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുന്നതിൽ ശരിയില്ല, ശരികേടാണ് കൂടുതലുള്ളതെന്ന് അവരുടെ ധാരണ. ഇനി ഇവർ പറയുന്ന ഈ കഥയ്ക്കകത്ത് ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മുഹമ്മദ് നബിയുടെ ചരിത്രകാരനായ ടോം ഹോളണ്ട് പറയുന്നത്, നബി ആദ്യമായി ചെയ്ത ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് മലക്കുകൾ വന്നിരുന്നു എന്നാണ്. ഇതൊരു അസംഭവ്യമായ കാര്യമാണ്. സംഭവിക്കാൻ യാതൊരു തരത്തിലും സാധ്യതയില്ലാത്ത ഒരു കാര്യം. ചരിത്രപരമായി പറയുമ്പോൾ ആ ചരിത്രത്തിൻ്റെ വസ്തുതാപരമായ വിലയിരുത്തൽ എത്രത്തോളം ബോഷ്കായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇനി നബിയെക്കുറിച്ച് നമുക്ക് അറിയാനുള്ള മറ്റൊരു സോഴ്സാണ് ഖുർആൻ എന്ന് പറയുന്നത്. പക്ഷേ ഖുർആനെ മോഡേൺ സ്കോളേഴ്സ് ചരിത്ര വസ്തുതയായി അംഗീകരിക്കുന്നതേയില്ല. ഖുർആന്റെ രചനയിലും ഖുർആന്റെ ക്രോഡീകരണത്തിലും മറ്റും ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. നബി ജീവിച്ച കാലഘട്ടത്തിലൊക്കെ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ശരിക്കും വാദിക്കാനുള്ളത്. അതിനുശേഷമാണ് ഉമറിന്റെ കാലഘട്ടത്തിലൊക്കെയാണ്, പിന്നീട് ഉസ്മാനാണ് ആദ്യമായി ഇത് ക്രോഡീകരിച്ചതെങ്കിൽ അതുവരെ എങ്ങനെയാണിത്? വായ്മൊഴിയായിട്ടാണ് പറഞ്ഞിരുന്നത്. വായ്മൊഴി പറയുന്ന കഥകൾക്ക് പറയുന്നവന്റെ ഇംഗിതവുമായി ചേർത്ത് തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു വന്ന വായ്മൊഴിയിലെ ചരിത്രങ്ങൾ വിശ്വസനീയമല്ല എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. ഇനി മറ്റൊന്നാണ് ഹദീസുകൾ. നബി പറഞ്ഞതും നബി നടത്തിയതും ചെയ്തതുമായ കാര്യങ്ങളാണ് ഹദീസുകൾ. ഇതും ഒരുപാട് വർഷത്തിന് ശേഷമാണ് രേഖപ്പെടുത്തപ്പെട്ടതെങ്കിൽ ഇന്ന്
സൗദി അറേബ്യയുടെ രാജാവായ മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നത് ഈ ഹദീസുകളിൽ ഒട്ടുമിക്കവയും വിശ്വാസയോഗ്യമല്ല എന്നാണ്. നേരത്തെ പറഞ്ഞ മലക്ക് വന്ന് യുദ്ധത്തെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ മലക്ക് വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ ബുദ്ധിക്ക് യോജിച്ചതല്ലെങ്കിൽ ആരാ തള്ളിപ്പറയുന്നത്? നബി ജനിച്ചു വളർന്ന് പ്രവാചകത്വം സ്വീകരിച്ചുകൊണ്ട് തന്നെ പ്രബോധനം ചെയ്ത മണ്ണിലെ ഇന്നത്തെ അധിപൻ പറയുകയാണ് ഹദീസുകൾ വിശ്വാസയോഗ്യമല്ല എന്ന്. അപ്പം നബിയുടെ ചരിത്രം ഇന്ന് പറയുന്ന തരത്തിൽ തന്നെ ആണോ ഉള്ളത്? അല്ല, തീർച്ചയായിട്ടും. പക്ഷേ അറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു മാർഗവുമില്ല. ആകെയുള്ള ഒരു മാർഗം ഇസ്ലാമിസ്റ്റുകൾ കൊണ്ടാടുന്ന ഇന്നത്തെ ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കൂ. ഇനി ഹദീസുകളുടെ എന്താ പറയുക, ഒരു അതോറിറ്റി നിശ്ചയിക്കപ്പെടുന്നത് ഇസ്നദുകൾ മുഖാന്തരമാണ്. അതായത് റിപ്പോർട്ടുകൾ ചെയിനായിട്ട് ഒരാൾ പറയുന്നു, അത് മറ്റൊരാൾ കേൾക്കുന്നു, അയാൾ പറയുന്നു. ഈ ബന്ധപ്പെട്ട വ്യക്തികളൊക്കെ വിശ്വാസയോഗ്യരാണോ എന്ന് തിട്ടപ്പെടുത്തുന്നതിലാണ് ഈ ഇസ്നദ് എന്ന് പറയുക. ഇസ്നദ് അതും വിശ്വാസയോഗ്യമായ ഒരു സമ്പ്രദായമായിട്ട് ചരിത്രകാരന്മാർ അംഗീകരിക്കുന്നതേയില്ല. നബിക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു, എത്ര കുട്ടികളുണ്ടായിരുന്നു? മുസ്ലിം പണ്ഡിതന്മാർക്ക് തന്നെ ഇതിൽ ഏക അഭിപ്രായമില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ കുടുംബ ജീവിതവും മക്കളും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ അതുപോലും വ്യക്തമായി പറയാനായിട്ട് മുസ്ലിം ചരിത്ര പണ്ഡിതന്മാർക്ക് ഏക അഭിപ്രായമില്ല എന്നുള്ളതാണ് ഇവിടെ മുഴലിച്ചു നിൽക്കുന്ന ഒരു വിരോധാഭാസം. ഖുർആൻ പറയുന്നത് നബിയിലാണ് നിങ്ങൾക്ക് ഉത്തമ മാതൃകയുള്ളത്. ഞാനിത് അവലംബിക്കാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് സംസാരിക്കുന്നത് ഒരു ഇസ്ലാമിസ്റ്റ് ചാനലിനെ ചുവട് പിടിച്ചുകൊണ്ടാണ്. അതിൽ പറയുന്ന കാര്യമാണ്, ഖുർആൻ പറയുന്ന കാര്യം, നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ഹുസ്വത്തുൽ ഹസന എന്നാണ് പറയുക. അങ്ങനെ ഒരു 1445 വർഷം മുമ്പ് ജീവിച്ച ഒരു വ്യക്തിയുടെ ഏതു കാര്യത്തെയാണ് ഇന്നത്തെ ആധുനിക മനുഷ്യന് മാതൃകയാക്കിയെടുക്കാൻ പറ്റുക? ഒരിക്കലും പറ്റില്ല. ഒരു 100 വർഷം മുമ്പത്തെ കാര്യം, ചലച്ചിത്രങ്ങളില്ലാതിരുന്ന കാലഘട്ടങ്ങൾ, പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ ഒക്കാതിരുന്ന കാലഘട്ടങ്ങൾ, ഡിജിറ്റലായി ഒന്നും ഡോക്യുമെന്റ് ചെയ്യപ്പെടാൻ ഒക്കാതിരുന്ന കാലഘട്ടങ്ങൾ ഒക്കെ ഒരു 100 വർഷം കൊണ്ടത്തെ മാറ്റമാണ് ഉണ്ടായത്. എന്തിനൊരു പേപ്പട്ടി കടിച്ചാൽ പോലും മരിച്ചു പോകുന്ന മനുഷ്യരായിരുന്നു നമ്മളെങ്കിൽ, അതിൽ നിന്നും വിഭിന്നമായി തന്നെ ഇന്നു വന്ന വികസിതമായ കാര്യങ്ങളെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഒരു 1445 വർഷം മുമ്പ് ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് മാതൃകയാണ് ആധുനിക മനുഷ്യന് ഉൾക്കൊള്ളാനാവുക, പിന്തുടരാനാവുക? ഇനി കുടുംബ ജീവിതത്തിൽ ഇസ്ലാമിസ്റ്റ് ചരിത്രകാരന്മാർ പറയുന്ന ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതിന് ഞാൻ ആധികാരികമാക്കുന്നത് ഒന്നുകൂടി പറയാം, ഒരു ഇസ്ലാമിസ്റ്റ് ചാനലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതത്തെ നമ്മൾ മാതൃകയാക്കണമെന്നാണ്. അദ്ദേഹത്തിന് 13 ഭാര്യമാരുണ്ട്, ഒരു വെപ്പാട്ടിയുണ്ട്. ഇതിലേതാണ് ഒരു മുസ്ലിമിന് അനുകരിക്കാൻ പറ്റുന്നത്? പോട്ടെ, 4 വരെ അനുവദിച്ചിട്ടുണ്ട് വിവാഹം കഴിക്കാൻ. ഇന്നത്തെ ആധുനിക മനുഷ്യന് 4 സ്ത്രീ ഭാര്യയായി വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന പുകിലെത്രയായിരിക്കും? സ്ത്രീകളുടെ സ്ഥാനത്തെ എത്രത്തോളം ഇകഴ്ത്തുന്ന ഒരു പരിപാടി മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ? ഒരാൾ 4 കെട്ടിയാൽ അയാളെ സമൂഹം എങ്ങനെയാണ് വിലയിരുത്തുക? അപ്പം നബിയുടെ മാതൃക കുടുംബ ജീവിതത്തിൽ പിൻപറ്റാനേ പറ്റില്ല എങ്കിൽ ഇസ്ലാമിസ്റ്റ് ചാനൽ പറയുന്നത് നിങ്ങൾ കുടുംബ ജീവിതത്തിൽ അദ്ദേഹത്തെ മാതൃകയാക്കുക എന്ന്. നബിയിൽ വിശ്വസിക്കും, അള്ളാഹുവിൽ വിശ്വസിക്കും, സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കും, നബിചര്യയെ പിന്തുടരണമെന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾ പോലും ആധുനിക ജീവിതത്തിൽ ഇന്ന് നബിയെ പിന്തുടരാനേ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്.
ഇനി സർവ മേഖലയിലും നബി മാതൃക എന്നാ പറയപ്പെടുന്നത്. നബിയുടെ ജീവിത കാലഘട്ടത്തിലുണ്ടായ എല്ലാ സംഭവങ്ങളെയും അതേപടി നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ് ഇവർ പറയുന്നത്. നബി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 47 യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു യുദ്ധം പോയിട്ട് ആരെയെങ്കിലും ഒരാളെ ഒന്ന് തല്ലിയാൽ തല്ലുന്നതിൻ്റെ സ്ഥാനം എവിടെ ആയിരിക്കുമെന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ചുരുക്കി പറയുകയാണെങ്കിൽ ജീവിച്ചുപോയ ഒരു മനുഷ്യൻ്റെ, അതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചുപോയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പിന്തുടരുക, അതേ രീതിയിൽ നമ്മളിന്ന് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അസംഭവ്യമായ കാര്യങ്ങളാണ്, പാഴ്വാക്കുകളാണ്, ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്തവയാണ്. ഇനി ഒരു സംഭവം പറയാം, രസമുള്ളൊരു കഥയാണ്. ഉമർ നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ എന്നെ കഴിഞ്ഞാൽ നിങ്ങളെയാണ് അധികം സ്നേഹിക്കുന്നത്. നബി തിരുത്തി, അങ്ങനല്ല ഉമറെ, നീ നിന്നെക്കാളും എന്നെ സ്നേഹിക്കണമെന്നാണ് ഉമറിനോട് നബി പറഞ്ഞത്. നോക്കൂ, അതായത് ഒരു പ്രവാചകൻ, ആരാധനാ പുരുഷൻ, ആരാധ്യൻ, ഇതൊക്കെ പറയുമ്പോൾ തർക്കം വരും. ഇതൊക്കെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അള്ളാഹുവിനെ എന്തു പറഞ്ഞാലും യാതൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല. നബിയെ പറഞ്ഞു നോക്കൂ, വലിയ പുകലായിരുന്നു കുറേ കാലഘട്ടത്തിൽ. ഇപ്പം അതൊക്കെ അടങ്ങി, കാര്യം കാലഘട്ടമൊക്കെ മാറി. അപ്പം ഉമറിന് അദ്ദേഹത്തെക്കാളേറെ മുഹമ്മദിനെ സ്നേഹിക്കണമെന്ന് മുഹമ്മദ് പറയുമ്പോൾ സാധിക്കുമോ? ഒരു ജീവി എന്ന നിലയ്ക്ക് എൻ്റെ സസ്റ്റൈനബിലിറ്റിയാണ് ഏറ്റവും വലുതെങ്കിൽ ഞാൻ എങ്ങനെ എന്നെക്കാളും മറ്റൊരാളെ സ്നേഹിക്കും? സാധ്യമല്ല. സാധ്യമല്ലാത്ത കാര്യങ്ങൾ നബി പറഞ്ഞുവെങ്കിൽ ആ സാധ്യമല്ലാത്ത കാര്യത്തെ വളരെ ശരിയെന്ന് പ്രചരിപ്പിക്കുന്ന ഇവരുടെ മനോഭാവം നിങ്ങൾ നോക്കൂ. ഇനി ആയിഷ പറഞ്ഞ മറ്റൊരു കാര്യം, സഞ്ചരിക്കുന്ന ഖുർആനാണ് നബി എന്ന്. നബി തന്നെയാണ് ഖുർആൻ. നബിയുടെ ആഗ്രഹങ്ങൾ, നബിയുടെ തോന്നലുകൾ, നബിയുടെ ചിന്തകൾ, നബിയുടെ എന്താ പറയുക, ചിന്താപരമായ ഭാവനകൾ, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ, ഇതൊക്കെയാണ് ഖുർആനിലൂടെ അദ്ദേഹം പറഞ്ഞതെങ്കിൽ നബി ജീവിതം ഖുർആനെ മാറ്റി നിർത്തിക്കൊണ്ട് വ്യാഖ്യാനിക്കാനേ പറ്റില്ല. ഖുർആനെ നബി ജീവിതം മാറ്റി നിർത്തിക്കൊണ്ട് വ്യാഖ്യാനിക്കാനേ പറ്റില്ല. നിങ്ങൾ നോക്കൂ, ദൈവദത്തമായ ഒരു ഗ്രന്ഥം, ലോകം മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് പറഞ്ഞു വിളിക്കുന്ന ഒരു ഗ്രന്ഥത്തിലെ പ്രബോധനങ്ങൾ, വർത്തമാനങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയേ വ്യാഖ്യാനിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്തേക്കുള്ളതാണ്? അത് എന്താ ഉള്ളത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഖുർആനിൽ ആധുനിക മനുഷ്യന് പിൻപറ്റാനായിട്ട് ഒന്നുപോലും ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഈ പിന്തുടരുന്ന ചാനലിൽ 24-ാമത്തെ മിനിറ്റിൽ ഉസ്താദ് പറയുന്നു, കടലാസ് പോലും അന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന്. നമ്മൾ പറയുന്നതല്ല, അവർ തന്നെ പറയുന്നതാണ്. ഇനി ഈ അത്ഭുതങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാൻ ബാസിലുമായി സംസാരിച്ച വിഷയമാണത്. ചന്ദ്രനെ പിളർത്തി നബി. ബാസിൽ വളരെ ആവേശപൂർവ്വം ആ ഖുർആനെ അങ്ങ് മനസ്സിലിരുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ പിളർത്തിയിട്ടുണ്ട്. ഇത് വിശ്വസിക്കണമെങ്കിൽ ബുദ്ധിയെ നമ്മൾ എത്രത്തോളം പണയം വയ്ക്കണം. ഇപ്പം സോളാർ സിസ്റ്റം, അതിൽ എവിടെയെങ്കിലും ഒരു പിഴവുണ്ടായാൽ ഭൂമി ഉണ്ടാവില്ല. ഈ ചന്ദ്രൻ പിളർന്നു എന്നൊക്കെ പറയുമ്പോൾ ഭാവനാത്മകമായ ചിന്താപരമായ ശൂന്യത എന്നല്ലാതെ എന്തു പറയാനാണ്? ഇദ്ദേഹം 40 വയസ്സ് വരെ തേരാപ്പാര അങ്ങോട്ട് ആടിനെയും മേയിച്ച് നടന്നു. 40 വയസ്സിന് ശേഷമാണ് അള്ളാഹുവിന് തോന്നിയത് ഇയാളെ നബിയാക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് കേവലം 23 വർഷം മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നു. നോക്കൂ, ഒരു പുരുഷായുസിൽ 40 വർഷം പാഴാക്കിയിട്ടാണ് പ്രപഞ്ചസൃഷ്ടാവായ അള്ളാഹുവിന് തോന്നിയത് ഇദ്ദേഹത്തെ നബിയാക്കണം. എന്നിട്ട് ജീവിച്ചതോ 23 വർഷം മാത്രം. എങ്ങനെ മരിച്ചത്? ഒരു ജൂത സ്ത്രീ ആട്ടിൻ്റെ കാലിൽ വിഷം പുരട്ടി വേവിച്ചയാൾക്ക് കൊടുത്തു. അതുകാരണം ഇദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് കേടുവന്നാണ് ഇദ്ദേഹം മരിച്ചതെങ്കിൽ ഇതൊരു സാധാ മനുഷ്യനാണ്.
ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സാധാ മനുഷ്യൻ അന്ന് ജീവിച്ച ആളുകളിൽ നിന്നും വ്യത്യസ്തൻ. അത് സമ്മതിക്കാതിരിക്കാൻ അയാളുടെ ബുദ്ധിമാനാണ്. അന്നത്തെ ആളുകളെ ശരിക്കും പറ്റിക്കാനുള്ള എല്ലാ കൈമുതലുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായ കാരണം. ഇനി ഒരു പറയുന്ന തമാശ, അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളൊക്കെ നടന്നു എന്ന്. നമ്മുടെ നോസ്ട്രഡാമിൻ്റെ പ്രവചനങ്ങൾ നടന്നു എന്ന് പറയുന്ന തമാശ പോലെ അല്ലാതെ ഇതിനെ ഒന്നും നമുക്ക് കണക്കിലെടുക്കാൻ പറ്റില്ല. എങ്കിലും ഇവിടെ നമ്മൾ സിറത്തു നബവിയ തുടങ്ങുകയാണ്. ഇത് ആദ്യമായി ഒരു അവലോകനമാണ്. അദ്ദേഹത്തിൻ്റെ ജനനം, ജീവിതം, കല്യാണം, ഭരണം, യുദ്ധം, മരണം, ഇതൊക്കെ നമുക്ക് വഴിയെ പരിശോധിക്കാം. അടുത്ത അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.